പല സീനുകളും നമ്മളെ, പ്രത്യേകിച്ച് പടത്തിന്റെ ഒരു അരമണിക്കൂർ പോർഷൻ ഒക്കെ ശരിക്കും നമ്മളെ സീറ്റ് എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വേണം നമ്മൾ നല്ലൊരു തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ പടത്തിന്റെ ആ ഒരു ഫോർമാറ്റ് ആണ് എനിക്ക് തോന്നിയൊരു ഇഷ്യൂ. കാരണം കുറച്ച് ആ ഫുൾ സ്ക്രീൻ ആയിരുന്നെങ്കിൽ പല വിഷ്വൽസിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയാണ്. കാരണം ഇവരുടെ ആ ഒരു യാത്രകളും അല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടാവുന്ന ചില ചെറിയ ചെറിയ മൊമെന്റ്സും പെട്ടെന്ന് ഇവർക്ക് നേരിടേണ്ടി വന്ന ഇങ്ങനത്തെ ഒരു ഇഷ്യൂ, തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനെ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കയ്യും കാലും ഓടണില്ല, അല്ലെങ്കിൽ ആരോട് എന്ത് ചോദിക്കണം എന്ന് പറയാൻ അവർ പറ്റാത്ത അവസ്ഥ. ചില സീനുകളിലൊക്കെ ഇവരുടെ കരച്ചിലും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാത്ത ചില അവസ്ഥകളിലൊക്കെ നമ്മൾ പോലും ശരിക്കും ശ്വാസം മുട്ടിയിട്ട് പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മാളൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള കുറെ തത്രപ്പാടുകൾ, അതും ആ കാലത്ത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഗുണ കേവ്സിന്ന് അങ്ങനെ ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ള സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും അതിനുശേഷമുള്ള നല്ലൊരു എൻഡിങ്ങും